നമസ്കാരം, വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ഈ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് കേരളം കേട്ട ഒരു വേറിട്ട ശബ്ദമായിരുന്നു PV അൻവറിൻ്റെ. കേരളത്തിൽ ഒരുപാടായിട്ടുള്ള സാധാരണക്കാർ കരുതിയിരുന്നത് അദ്ദേഹം കേരളത്തിൽ ഒരു മൂന്നാം മുന്നണിക്കായിട്ട് പരിശ്രമിക്കുമെന്നും, അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുമെന്നും, അല്ലെങ്കിൽ പുതിയൊരു രാഷ്ട്രീയ ആശയം കേരളത്തിൽ അവതരിപ്പിക്കും എന്നൊക്കെ വളരെ വലിയ പ്രതീക്ഷ വെച്ചിരുന്നു. അദ്ദേഹം നിലമ്പൂരിൽ നടത്തിയ ഒരു പൊതുസമ്മേളനത്തിലൊക്കെ വളരെയധികം ആളുകളും പങ്കെടുത്തിരുന്നു. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ അദ്ദേഹം പാലക്കാടും ചേലക്കരയിലും സ്വന്തമായി ഒരു പാർട്ടിയല്ല, അദ്ദേഹം പറയുന്ന ഒരു മൂവ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന ഒരു സംഘടനയ്ക്ക് അദ്ദേഹം രൂപം കൊടുത്തു. അത് രാഷ്ട്രീയ പാർട്ടിയല്ല. അതിനുശേഷം അതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം ചെന്നൈയിലെത്തിക്കും DMK നേതാക്കന്മാരൊക്കെ ആയിട്ട് ചർച്ചകൾ നടത്തിയെങ്കിലും മുഖ്യമന്ത്രിയെ കാണാനോ ഒന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതിനുശേഷം അദ്ദേഹം സംസ്ഥാനത്തിലെ വിവിധ ജില്ലകളിൽ പൊതുസമ്മേളനങ്ങളൊക്കെ നടത്തുന്നത് കണ്ടു. വളരെ വലിയൊരു രാഷ്ട്രീയ പുതിയ ആശയം കേരളത്തിൽ വരാൻ പോകുന്നു എന്നൊരു പ്രതീതി മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ ചേലക്കരയിലും പാലക്കാടും അദ്ദേഹം മത്സരിക്കുകയും ചേലക്കരയിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള പ്രചരണം, പാലക്കാട് സ്ഥാനാർത്ഥി പിൻവലിച്ച് UDF പിന്തുണ നൽകുകയും, എന്നാൽ ചേലക്കരയിൽ വളരെ വലിയ രീതിയിൽ പ്രചരണം നടത്തുകയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രമ്യ ഹരിദാസ് മൂന്നാം സ്ഥാനത്ത് പോകും എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് PV അൻവറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പറയാൻ സാധിക്കുക, രാഷ്ട്രീയ നിലപാട് പാളിപ്പോയ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു PV അൻവർ എന്ന്. കാരണം ഒരുപാട് രാഷ്ട്രീയ അവസരം നിലനിന്നിട്ടും ആ അവസരങ്ങളെ മുതലെടുക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്ത്രം പാളിപ്പോയി, രാഷ്ട്രീയ നീക്കം പാളിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? നമ്മൾ 3 മാസം പുറകിലോട്ട് പോകാം. നമുക്ക് ഒരു ദിവസം PV അൻവർ വിളിച്ചു ചേർത്ത ഒരു വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം 8 വർഷക്കാലമായി CPM-ന്റെ ഓരം ചേർന്ന് നടക്കുന്ന നിലമ്പൂർ MLA, മുൻ കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ CPM-നെതിരെയും അത് മുഖ്യമന്ത്രിക്കെതിരെയും സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇതാ പുതിയൊരു വസന്തം വരുന്നു എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ. അദ്ദേഹം ആദ്യം ആക്രമിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും അതുപോലെ തന്നെ ADGP MR അജിത് കുമാറിനെയൊക്കെ ആയിരുന്നു. പിന്നീട് അദ്ദേഹം കുറച്ചും കൂടി പോലീസ് ഓഫീസർമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ആദ്യം അദ്ദേഹം വെടിപൊട്ടിക്കുന്നത് മലപ്പുറം SP-യുടെ ക്യാമ്പസിലുണ്ടായിരുന്ന മരം വെട്ട് കേസിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുന്ന ഒരു സീനിലാണ് അദ്ദേഹം ഈ സർക്കാരിനെതിരെയുള്ള ആദ്യത്തെ വെടിപൊട്ടിക്കൽ ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ ഈ പോലീസ് ഓഫീസർമാർക്കെതിരെ വരുന്നു. ഈ പോലീസ് ഓഫീസർമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ഒക്കെ ചേർന്നുകൊണ്ട് കേരളത്തിലെ കള്ളക്കടത്ത് സംഘങ്ങളെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് സഹായം നൽകുന്നു, അതിൻ്റെ പങ്ക് പറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു. കോഴിക്കോട് സ്വദേശിയായ ഒരു റിയൽ എസ്റ്റേറ്റ് കാരനായിരുന്ന മാമിയുടെ തിരോധാനത്തിൽ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ആരോപണങ്ങളുടെ പെരുമഴയാണ് ഉണ്ടായത്. കേരളം യഥാർത്ഥത്തിൽ ഞെട്ടിയ കുറേ വെളിപ്പെടുത്തലുകൾ PV അൻവറിന്റെ ഭാഗത്തുണ്ടായി. നിരവധിയായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാർ ഉണ്ടാക്കിയ BJP നേതാക്കന്മാരുമായി RSS നേതാക്കന്മാരുമായി ഉണ്ടാക്കിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അവിടെ ഈ പൂരം കലങ്ങിയതെന്നും അതിൻ്റെ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പൂരം കലക്കി BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അതുപോലെ തന്നെ മലപ്പുറത്ത് നടന്ന നിരവധിയായ കള്ളക്കടത്ത് കേസുകളിലൊക്കെ ഈ പ്രതികൾക്ക് എന്നൊക്കെ സ്വർണം അടിച്ചു മാറ്റുന്ന രീതിയിലുള്ള കുറേ നീക്കങ്ങൾ പോലീസും അതുപോലെ തന്നെ ഈ ചില ഉന്നത രാഷ്ട്രീയ നേതൃത്വമൊക്കെ ആയിട്ടുണ്ടായെന്നും പറയുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ, CPM യഥാർത്ഥത്തിൽ കിടുങ്ങുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഓരോ ദിവസവും വിക്കിലീക്സ് ഒക്കെ നേരത്തെ പുറത്തിറക്കിയിരുന്ന പോലെയുള്ള നിരവധിയായ ആരോപണങ്ങളായിരുന്നു പിന്നീട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ CPM-ലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പം നമുക്കറിയാം, നിലമ്പൂരിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത പൊതുയോഗത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധിയായ ആളുകൾ ഇരച്ചെത്തുന്നത് നമ്മൾ കണ്ടു. എല്ലാ മാധ്യമങ്ങളും ലൈവ് കൊടുക്കുന്നത് നമ്മൾ മഴയായിരുന്നു, പെരുമഴയായിരുന്നു, എന്നിട്ട് പോലും ആളുകൾ വരുന്നു.
പുതിയ ഒരു അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു ജനസമൂഹം ഇവിടെ ഉള്ളത് നോക്കണം. അപ്പോൾ ഒരു കെജ്രിവാളിനെ പോലെയുള്ള ഒരു മൂന്നാമത്തെ ഒരു ശക്തി കേരളത്തിൽ വരുന്നു എന്നുള്ള രീതിയിലായിരുന്നു സംസാരിക്കുന്നു. അദ്ദേഹം DMK-യുമായി സംസാരിക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് പോകുന്നു. ഞങ്ങൾ DMK-യുടെ ഭാഗമാകുന്നു എന്ന് പറയുന്നു അദ്ദേഹം. പിന്നീട് DMK-ന്റെ കൊടിയുമായി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നു. നിയമസഭയിലടക്കം അദ്ദേഹം പുതിയ ഇരിപ്പിടം വേണമെന്ന് ആവശ്യപ്പെടുകയും CPM-നോടും കോൺഗ്രസിനോടും ഒരേപോലെ അകലം പാലിക്കുന്നു. ഇവിടെ CPM-ഉം BJP-യും കോൺഗ്രസും ചേർന്ന് ഒരു നെക്സസ് വർക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടയിൽ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് വാക്ക് എന്ന് പറയുന്നത് നെക്സസ് ആയിരുന്നു. ഈ നേതാക്കന്മാരൊക്കെ തമ്മിൽ നെക്സസ് ഉണ്ടെന്നും അതുകൊണ്ട് ഞാൻ ഇവരോട് ആരോടും ചേരാത്ത പുതിയൊരു രാഷ്ട്രീയ സംസ്കാരമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നു. പക്ഷേ എന്താ അവസാനമായി? പവനായി ശവമായി എന്നുള്ള അവസ്ഥയിലാണ്. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന വിവരം എന്ന് പറയുന്നത് അദ്ദേഹം ലീഗിൽ ചേരാൻ വേണ്ടിയിട്ട് ലീഗിന്റെ ചില നേതാക്കന്മാരുമായിട്ട് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയെന്നും ഇതിന്റെ ആരംഭം നില, അതായത് ലീഗ് UDF-ന്റെ ഭാഗമായതുകൊണ്ട് തന്നെ UDF നേതാക്കന്മാർക്കെതിരെ വലിയ ആരോപണം ഉന്നയിച്ച ഒരു MLA എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇപ്പോൾ ഈ സുധാകരനുമായും സംസാരിച്ചിരിക്കുന്നു. അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ്, സുധാകരനായിട്ട് അടുപ്പമുണ്ടായിരുന്ന ആളാണ്. പിന്നീട് അദ്ദേഹം മുരളിയായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ആളാണ്. പിന്നീട് DIC-യിലൊക്കെ നേരത്തെ പോവുകയൊക്കെ ചെയ്തൊരു ഒരാൾ എന്നുള്ള നിലയിൽ, രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഇദ്ദേഹം മുസ്ലിം ലീഗ് ചേരുന്നത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് സുധാകരനെ കണ്ടത് എന്നുള്ള രീതിയിൽ ചർച്ച വരുന്നു. എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഈ നീക്കം പാളിപ്പോയെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ സിബി നേരത്തെ പറഞ്ഞല്ലോ, ചേലക്കരയിൽ അദ്ദേഹം വലിയ രീതിയിലെ പ്രൊപഗണ്ട പ്രകടിപ്പിച്ചു. യഥാർത്ഥത്തിൽ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹം അവിടെ ഉയർത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. രമ്യ ഹരിദാസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ അവിടുത്തെ ഇലക്ഷൻ പ്രചരണം പോകുന്നത് നമ്മൾ കണ്ടു. രമ്യ ഹരിദാസിന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലെന്നും അവർക്ക് ജനങ്ങളിൽ യാതൊരു തരത്തിലുള്ള സ്വീകാര്യതയില്ലെന്നോ, അവർ നേരത്തെ MP ആയിരുന്ന സമയത്ത് ഈ പ്രദേശങ്ങളിൽ ഒരു വികസന പ്രവർത്തനവും നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങളായിരുന്നു. CPM-നെയാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് എന്ന് പറയുകയും അതേസമയം തന്നെ രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ അതിരൂക്ഷമായ ഭാഷയിൽ തുടക്കം തൊട്ട് ആക്രമിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ പാലക്കാട് അദ്ദേഹം നേരത്തെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് ചിലപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അവിടെ തോറ്റു പോകുന്നുള്ള വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ അയച്ചുവിട്ടു. ഞാനുമായിട്ട് നടത്തിയ ഒരു സംഭാഷണത്തിൽ തന്നെ PV അൻവർ എന്നോട് പറഞ്ഞു രാഹുൽ അവിടെ തോറ്റു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന്. പക്ഷേ ഞാൻ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെന്നും അവർ കൃത്യമായി ഞാനുമായി സംസാരിച്ചില്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുമെന്നും ഒക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി അവിടെ എന്തുണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് പിന്നീട് നമ്മൾ ചിത്രം. അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PV അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പാളി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ PV അൻവർ കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിച്ചിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങൾ കേരളം ഇനിയും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വെറുതെ ഒരു പത്രസമ്മേളനത്തിൽ ഒതുങ്ങിപ്പോവേണ്ട കാര്യമല്ല. ADGP MR അജിത് കുമാറിനെതിരെയാണെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിലും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണെങ്കിലും ഇവർക്കൊക്കെ എതിരെ ഉയർത്തിവിട്ടിരിക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കഴമ്പുണ്ടോ എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം മുസ്ലിം ലീഗുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം മുസ്ലിം ലീഗിലായിരിക്കില്ല അദ്ദേഹം ചേരാനുള്ള സാധ്യതകൾ, അദ്ദേഹം അത് കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതകളൊക്കെയാണ് കൂടുതൽ മുൻതൂക്കമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മുസ്ലിം ലീഗിന്റെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും കോൺഗ്രസിന് ഈ PV അൻവറിനെ ഈ പാർട്ടിക്കകത്തേക്ക് എടുക്കാൻ സാധിക്കില്ല. പിന്നെ വേറൊരു ഫാക്ട് കൂടി ഇതിനകത്ത് നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിലമ്പൂരിൽ എപ്പോഴും ആര്യാടൻ ഷൗക്കത്തും അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ PV അൻവറുമായിട്ടൊരു ബദ്ധ ശത്രുക്കളാണ് അവർ. കാരണം ഇവര് ആദ്യം മുതലേ കോൺഗ്രസിനകത്ത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഷൗക്കത്തെങ്കിൽ വിഭാഗക്കാരനായിരുന്നു ഈ PV അൻവർ. അവർ ആദ്യം മുതൽ തന്നെ, കാരണം കുറച്ചുകൂടിയൊക്കെ ഒരു ആൾബലം കൂടുതലുള്ളത് ആര്യാടൻ മുഹമ്മദിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മകന് അവിടെ മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ കൂടുതൽ ജനപിന്തുണ ഉള്ള ഒരു വ്യക്തിയായിരുന്നു PV അൻവർ. പക്ഷേ അദ്ദേഹം ഈ ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂർ സീറ്റ് ലഭിക്കാൻ കാരണം അദ്ദേഹം ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നുള്ള നിലയിലാണ് അവിടെ ആ നിലമ്പൂർ സീറ്റ് ലഭിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരെ PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ നിലമ്പൂരിൽ മത്സരിച്ചിട്ടുള്ള LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുള്ള PV അൻവറിനെ കോൺഗ്രസിലേക്ക് എടുക്കുന്ന സമയത്ത് അവിടെ മറ്റൊരു സാധ്യത ഉള്ളത് ഈ ആര്യാടൻ ഷൗക്കത്തും അദ്ദേഹത്തിന്റെ അനുയായികളും കൂടി LDF-ന്റെ ഭാഗത്തേക്ക് മാറാനുള്ള ചില സാധ്യതകൾ നമ്മൾ മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. സിബി പറഞ്ഞതിന്റെ അനുബന്ധമായി ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ
ഒരു 1.5 വർഷക്കാലമായിട്ട് യഥാർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്ത് അവിടുത്തെ DCC നേതൃത്വമായും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിലെ ചില നേതാക്കന്മാരും ഒക്കെ ആയിട്ട് പിണങ്ങി അദ്ദേഹം ഒറ്റയ്ക്ക് പരിപാടികൾ സംഘടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്നുള്ളത് ഓർക്കണം. ഇപ്പം ആര്യാടൻ ഷൗക്കത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു ടെറിട്ടറി നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഒരിക്കലും ഈ ആര്യാടൻ ഷൗക്കത്തിൽ അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സീറ്റ് നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ആര്യാടൻ മുഹമ്മദ് തന്നെ അവിടെ ജീവിച്ചിരിക്കുകയും അദ്ദേഹം അവിടെ കോൺഗ്രസ് നേതാവായി ഇരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ PV അൻവർ എന്നുള്ള പ്രതിഭാസം ഒരിക്കലും അവിടെ ഉണ്ടാവുമായിരുന്നില്ല നമ്മൾ കാണണം. ഇപ്പം ആര്യാടൻ മുഹമ്മദ് പിൻവാങ്ങുകയും അദ്ദേഹത്തിന്റെ മകനെ അവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരികയും ചെയ്താണ് 1ാം ഘട്ടത്തിൽ ഉള്ള വിജയത്തിനുള്ള കാരണം, ഈ PV അൻവറിന്റെ വിജയത്തിന് കാരണം. 2ാം ഘട്ടം അവിടെ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി ആയില്ല എന്നുള്ളത് കൂടി നോക്കണം. കഴിഞ്ഞ തവണ അദ്ദേഹം ആയിരുന്നില്ല സ്ഥാനാർത്ഥി, അവിടെ DCC പ്രസിഡന്റ് ആയിരുന്നു സ്ഥാനാർത്ഥി, അദ്ദേഹം മരിച്ചുപോയി, ഇപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പം യഥാർത്ഥത്തിൽ ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ അല്ലെങ്കിൽ ആര്യാടൻ യുഗം അവിടെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതിൽ കാണണം. പക്ഷേ അവിടെയുള്ളൊരു ഉണ്ടാകാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും ആര്യാടൻ ഷൗക്കത്തും സംഘങ്ങളും ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ അവിടെ ആരംഭിക്കും. ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വവും അത് ആഗ്രഹിക്കുന്നുണ്ടാവാം. കാരണം ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിട്ട് ഒറ്റയാൻ നിലപാടുകൾ ഒരു കോൺഗ്രസിനെ പോലുള്ള ഒരു ദേശീയ പാർട്ടിയിൽ ഇനി അവർ അംഗീകരിച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകളില്ല. ഇങ്ങനെയുള്ള ഒറ്റയാന്മാർ കോൺഗ്രസിനകത്ത് ഇല്ല എന്നുള്ളത് അത് മറ്റൊരു പ്രശ്നമാണ്. അതായത് ഇപ്പോൾ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ഒറ്റയാൻ എന്നുള്ള രീതിയിൽ ആര്യാടൻ ഷൗക്കത്ത് ഓക്കെയാണ്. പക്ഷേ ഈ കോൺഗ്രസിന്റെ മറ്റൊരു പ്രശ്നം കൂടി ഇതാണ്. കാരണം സംസ്ഥാന തലത്തിൽ കോൺഗ്രസിന് ഒരു ഒറ്റയാനില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഒറ്റയാനുണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസിനെ ഒരു ഐക്യത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഏതൊക്കെയാലും നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PV അൻവർ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാട് അത് തികഞ്ഞ പരാജയമായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം എത്തിച്ചേരാൻ പോകുന്നത് മുസ്ലിം ലീഗിലാണോ കോൺഗ്രസിലാണോ എന്ന് മാത്രമേ ഇനി നമ്മൾ അറിയാനായിട്ടുള്ളൂ. സിബി, നമ്മളിൽ കാണേണ്ടത് PV അൻവർ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു നനഞ്ഞ പടക്കമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, CPM വലിയ രീതിയിൽ ഭയന്നിരുന്നു. CPM-നെ അട്ടപടലം തകർക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളായിരുന്നു PV അൻവർ നടത്തിയിരുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ സംശയിച്ചു, നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഈ വിഷയം, PV അൻവറിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. രാഷ്ട്രീയപരമായ അപക്വമായ പല തീരുമാനങ്ങളും അദ്ദേഹം കൈക്കൊണ്ടുകൊണ്ടേയിരുന്നു എന്നുള്ളത് നമ്മൾ കാണണം. അദ്ദേഹം യഥാർത്ഥത്തിൽ സംഘടന ഒരു സെറ്റപ്പിലേക്ക് വരുന്നതിന് പകരം അമിതാവേശം കാണിക്കുകയും ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. രാഷ്ട്രീയ മണ്ഡലം അദ്ദേഹം DMK എന്നുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി എന്ന് പറയുന്നു. അദ്ദേഹം DMK വലിയ ശക്തിയായി മാറുമെന്ന് അദ്ദേഹം തന്നെ സ്വയം പ്രഖ്യാപിക്കുന്നു. പക്ഷേ DMKക്ക് എത്രത്തോളം ഇത് ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ട് ജനക്കൂട്ടം ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കുമെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. അതായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. DMK എന്നുള്ള സംഘടനയോ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും തരത്തിലൊരു പൊളിറ്റിക്കൽ സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആദ്യം ചെയ്യേണ്ടത് അതിനൊരു സംഘടനാ ബലം ഉണ്ടാക്കുകയും സംഘടനാ സെറ്റപ്പ് ഉണ്ടാക്കുകയും അതിന് കേരളത്തിൽ ആകമാനം വലിയ രീതിയിലുള്ള ഒരു സംഘടനാ രീതിയും ഭാരവാഹിത്വമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് പോകാൻ പാടുള്ളൂ. അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ്, ഈ ചേലക്കര തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പരാജയ കാരണം. അല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് കുറച്ചും കൂടി സ്വീകാര്യത കിട്ടിയാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം, അദ്ദേഹം നിരവധിയായ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, മലപ്പുറം വിവാദമൊക്കെ വലിയ കത്തിയതാണ് ഇല്ലേ? മുഖ്യമന്ത്രിയുടെ അഭിമുഖമൊക്കെ വന്നത് അങ്ങനെയാണ്. ഇദ്ദേഹം വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ പിണിയാളാണ് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് കൃത്യമായി മറുപടി പറയാൻ കഴിയണമെങ്കിൽ അദ്ദേഹം എന്തായിരുന്നു, ഒരു സംഘടന എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള രീതിയിലേക്ക് മാറണമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ള അപക്വമായ ചില രീതികൾ അദ്ദേഹത്തെ തന്നെ തകർത്തു എന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ടത്. ഏതൊക്കെയാലും PV അൻവർ വളരെ വലിയൊരു പ്രതീക്ഷയൊക്കെ നൽകിക്കൊണ്ടാണ് കടന്നു വന്നതെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹത്തെ തന്നെ ഇല്ലാതാക്കി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഏതൊക്കെയായാലും തൻ വിമർശിച്ചിട്ടുള്ള കോൺഗ്രസിനെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെയോ അഭയം പ്രാപിക്കേണ്ട ഒരു ഗതികേടിലേക്ക് PV അൻവർ എത്തി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൽക്കാലത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.